ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഫെബ്രുവരി 16 ഫെബ്രുവരി 21 എൻ്റെ ഫ്രണ്ട് ഷമീമാൻ്റെ ബർത്ത്ഡേ ആണ്. 22 ഞങ്ങൾക്ക് എക്സാം തുടങ്ങായതിനെ കൊണ്ട് ഞങ്ങൾക്ക് അന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും തോന്നിയില്ല. സോ ഇന്ന് ഒക്കെ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ കേക്ക് വാങ്ങി ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോഴത്തേക്ക് തന്നെ ഓളും മൂസിനായും കൂടി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഓൾ അറിഞ്ഞിക്കില്ല ഞാൻ കേക്ക് വാങ്ങി വരുന്നത്. പിന്നെ സംഭവം ഈ പുറത്ത് പോയാൽ പ്ലാൻ ചെയ്ത് തന്നെ ഓളാണ്. എന്തായാലും ഫ്രീ ഉള്ള ദിവസമല്ല, നമ്മൾ കുറേ കാലമായി പുറത്ത് പോയിട്ട് നമുക്ക് പോയാലോ എന്ന് ഓൾ ചോദിച്ച്. അന്നേരം ഞാളെന്ത് വിചാരിച്ചു, എന്തായാലും ഓൾ പുറത്തു പോകാൻ പറഞ്ഞ്. അന്നേരം ഓൾ ഒരിക്കലും പ്രതീക്ഷിക്കുകയല്ല ഞാളിങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കുമെന്ന്. അങ്ങനെയാണ് ഞാൾ കേക്ക് വാങ്ങി ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചത്. ഈ കേക്ക് ഏടുന്ന് മുറിക്കണമെന്ന് ഞങ്ങൾ കുറേ ചിന്തിച്ച്, പിന്നെ വേറെ ഓപ്ഷൻസ് ഒന്നും ഞങ്ങൾ മുന്നിൽ വരാത്തതുകൊണ്ട് ഞങ്ങൾ സ്ഥിരം പ്ലേസായ ഐഷോസ് തന്നെ പോകാമെന്ന് വിചാരിച്ച്. അവിടെ ആകുമ്പോൾ നല്ല ആംബിയൻസ് ആണ്, നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ നല്ലപോലെ എടുക്കുകയും ചെയ്യാം. അവിടെ പോയാൽ അവിടെ ഒരുപാട് മദാമ്മയും സായിപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓലൊക്കെ ഇവർക്ക് ഹാപ്പി ബർത്ത്ഡേ പാടി. ഇപ്പോൾ ഭയങ്കര ഹാപ്പിയായി, കാരണം ഇതൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്തതിനും. പിന്നെ ഐഷോസിലാണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ ഇടുകയും ചെയ്ത് അടുത്ത സ്റ്റാഫ്സും എല്ലാവരും ഇവിടെ വിഷ് ചെയ്ത്. പിന്നെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് ഓളെന്നെ എല്ലാവർക്കും കൊണ്ടുപോയി കേക്കൊക്കെ കൊടുത്തിട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു സായിപ്പോളെ ഫോട്ടോ ഒക്കെ എടുത്ത് ഷമ്മാക്കെന്തോ ഓള് സെലിബ്രിറ്റി ആയ ഫീൽ ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഫുഡിൻ്റെ പരിപാടി തുടങ്ങി. ആദ്യം പുറത്തുനിന്ന് 2 ജ്യൂസ് കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞ് അകത്തേക്ക് കയറിയാലും മൂസിന പറഞ്ഞ് ഇവിടെ പുക പറക്കുന്ന ചിക്കൻ്റെ ഒരു സാധനം ഉണ്ട്, ഞാൻ റീലിൽ കണ്ടിക്ക് നല്ല ടേസ്റ്റ് ആക്കി, നമുക്ക് ട്രൈ ചെയ്താലോ എന്ന് ഓള് ചോദിച്ച്. അന്നേരം ഞാൻ വിചാരിച്ച് അത് ഓർഡർ ചെയ്യാം. പക്ഷേ ഈ ഡിഷിൻ്റെ പേര് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ സ്മോക്കി എന്ന് വരുന്ന ഒരു ഡിഷ് കണ്ടേരം അതങ്ങ് ഓർഡർ ചെയ്ത്. പക്ഷേ വന്നേരം വേറെ സാധനമായിരുന്നു ഗൈസ്, വേറെ എന്തോ സാധനം, പുകയൊന്നും ഇല്ലേനും. പിന്നെ ഞങ്ങൾക്ക് ആർക്കും വലിയ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഭക്ഷണമല്ലേ എന്ന് വിചാരിച്ച് കുറേയൊക്കെ കഴിച്ച്. പിന്നെ ഞങ്ങളെ സ്ഥിരം മെക്സിക്കൻ മജ്ബൂസ് വിത്ത് അൽഫാമും വാങ്ങി. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കുറേ നേരം അവിടെ വിശ്രമിക്കാൻ കുത്തുന്നേരം അവിടെ പോകുന്നാലും വരുന്നാലും കുറച്ച് നേരം കുറ്റം പറഞ്ഞുകൊണ്ട് കുത്തിരുന്നേ. പിന്നെ ഊഞ്ഞാലിൽ കുറേ നേരം ആടിയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് അവിടെ പോയാലും പട്ടിഷോൻ്റെ കുറച്ച് വീഡിയോസും മസ്റ്റാനെ കൊണ്ട് അത് പിന്നെ കുറേയൊക്കെ എടുത്ത്. കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അധികം ലേറ്റ് ആയതുകൊണ്ട് ഹോസ്റ്റലിൽ കയറേണ്ടതിനെ കൊണ്ട് ഞാനിങ്ങ് പോന്നു കേട്ടോ.